ഗുരുതര രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോട്ടയം പാക്കൽ വാളംപറമ്പിൽ ഷാജിമോന്റെ ഭാര്യ സിന്ധുവാണ് രോഗം തിരിച്ചറിയാൻ വൈകിയത് മൂലം മരണത്തിന് കീഴടങ്ങിയത്. കോട്ടയത്തെ സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ നടപടികളിലുണ്ടായ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ വീഴ്ചയെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് സിന്ധുവിന്റെ ബന്ധുക്കൾ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി തുടങ്ങിയവർക്ക് പരാതി നൽകി. കടുത്ത തലവേദന, ഛർദി, പനി, തലകറക്കം തുടങ്ങിയ ലക്ഷണങ്ങളോടെ സിന്ധു ജനുവരി മാസത്തിൽ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. പലതവണ ആശുപത്രിയിലെത്തിയിട്ടും രോഗത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് സിന്ധുവിന്റെ മകൻ ആനന്ദ് ഷാജി പറഞ്ഞു. തലവേദനയുണ്ട്, ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. സിസ്റ്ററിനോട് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഇഞ്ചക്ഷൻ ഇല്ലെന്ന് പറയുകയും ചെയ്തെടുത്തെന്ന് പറഞ്ഞു. അപ്പം മെയിൻ ഡോക്ടർ ഞങ്ങൾ പറയുന്നത് എൻ്റെ അമ്മയുടെ അസുഖം എന്താണെന്ന് അറിയാമല്ലോ, അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്താലേ മാറത്തുള്ളൂ, അങ്ങനെ എടുക്കാതെ ഒന്നും ഇരിക്കത്തില്ല. അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിസ്റ്റർമാരെ ഇവിടെ ഉള്ളത്, അങ്ങനെ എടുക്കാതിരിക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല, എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് അവരെന്നെ റെഫർ ചെയ്താൽ ന്യൂറോനെ കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെ അവരും പറഞ്ഞു. അപ്പം ഡോക്ടർ നേഴ്സും തിരക്കിയിട്ട് അവിടുത്തെ ന്യൂറോ ഡോക്ടർ വന്നെന്ന് രജിസ്റ്ററിലുണ്ട്, പക്ഷേ ഞങ്ങളെ വന്ന് കാണുന്നുമില്ല, ഒ പിയിൽ ഇരിക്കുന്നുമില്ലെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ കണ്ടീഷൻ തീരെ മോശമായപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് എഴുതുന്ന ആംബുലൻസിന് വിളിച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വിടുമായിരുന്നു. മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴത്തേക്കിനും അവിടുന്ന് അവിടെ പിന്നെ കൂടുതൽ പരിശോധിച്ച് ഒന്നുകൂടെ നട്ടിലെ കുത്തി പരിശോധിച്ച് പിന്നെ ICUയുടെ ഒരു ദിവസം കയറ്റി. അത് കഴിഞ്ഞ് 24-ാം തീയതി ICU ഇറക്കി. ഒരു ദിവസം ICU കിടത്തിയുള്ളൂ. അമ്മയ്ക്ക് ICU കിടക്കാനുള്ള രോഗമില്ലെന്ന് പറഞ്ഞ് ICU ഇറക്കി. അത് കഴിഞ്ഞ് അന്നായിട്ട് അമ്മയ്ക്ക് കുഴഞ്ഞു വീഴുകയും ബോധം പോകുന്ന അവസ്ഥയൊക്കെ വന്നിട്ടും ഡോക്ടറൊന്നും ഒന്ന് കാണാൻ കൂട്ടാക്കാതെ ഡോക്ടർ പറയുന്നത് ICU ഒഴിവില്ല, നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പൊക്കോളാൻ പറയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കാരിത്താസ് വിളിച്ച് ചോദിച്ചാൽ ICU ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയതായിരുന്നു. പിന്നെ അവിടെ വെച്ചാണ് നമ്മുടെ രോഗം സ്ഥിരീകരിക്കുകയോ മുന്നോട്ടുള്ള ചികിത്സയെല്ലാം നടത്തുകയോ ചെയ്തത്. ജനുവരി 17-നാണ് ആദ്യമായി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് ജനുവരി 20, 24, 28 തീയതികളിലും വീണ്ടും ആശുപത്രിയിലെത്തിയെങ്കിലും വിശദമായ പരിശോധനകൾ നടത്തുകയോ രോഗിയെ അഡ്മിറ്റ് ചെയ്യുകയോ ചെയ്തില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ജനുവരി 29-ന് സിന്ധുവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ നിരവധി പരിശോധനകൾ നടത്തിയെങ്കിലും വ്യക്തമായ രോഗനിർണയം ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.